ആ വാടക വീട്ടിൽ താമസിച്ചപ്പോ കുറച്ച് മനസ്സമാനെങ്കിലും ഉണ്ടായിരുന്നു. ഈശ്വരമംഗലത്തെ രക്ഷിക്കാനെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ ഉള്ള മനസ്സാമാനം കൂടി പോയി. മോനെ ഒന്ന് പതുക്കെ പറ. ഭൈരവിയമ്മയും വസുവൊക്കെ പുറത്തുണ്ട്. മോശാടാ മോനെ. ഭൈരവിയമ്മ കാണിച്ചു കൂടുന്നൊക്കെ പിന്നെ ഗംഭീര കാര്യങ്ങളാണല്ലോ. അമ്മ ഇവളെ മനഃപൂർവ്വം കഷ്ടപ്പെടുത്തുകയാണെന്നേ. എന്റെ ഗൗതം ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. നീ നോക്ക്, ഓണം ആഘോഷിക്കാൻ വേണ്ടിട്ടാ ഭൈരവിയമ്മ ഇങ്ങോട്ട് വന്നത്. ആ സന്തോഷം നമ്മളായിട്ട് ഇല്ലാതാക്കരുത്. ഭൈരവിയമ്മ വന്നത് ഓണം ആഘോഷിക്കാനൊന്നുമല്ല, അധികാരം കൈമാറ്റം ചെയ്യാനാ. വസുന്ധരാമ്മയെ രാജ്ഞിട്ട് വാഴിക്കണമെന്നുണ്ടൽ അതായിക്കോളൂ. ആർക്കും ഒരു എതിർപ്പുമില്ല. വന്ന കാര്യം എന്താന്ന് വെച്ചാൽ നടത്തിയിട്ട് വേഗം പോവാൻ പറ. ഇവൻ ഇതെല്ലാം നശിപ്പിക്കുമെന്നാ തോന്നുന്നേ. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? പിന്നെ ഇടപെടാതെ പാതിരാത്രിക്ക് ചൂട് ചോറും പരിപ്പ് കറിയും പപ്പടവും നെയ്യും ഒലക്കട മൂടും സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഭൈരവിയമ്മ അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടാലും എനിക്ക് ഒരു വിഷമവും ഇല്ല. പ്രായമായ സ്ത്രീയല്ലേ, ഇഷ്ടഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാ അതുണ്ടാക്കി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ടല്ലോ. നീ വലിയ സർവ്വസഹായം ആവേണ്ട നിധി. എനിക്കത് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സത്യത്തിൽ ഇവിടെ നടക്കുന്നത് മനഃപൂർവ്വമുള്ള പീഡനമാണ്. ഗൗതം പ്ലീസ് പറയുന്നൊന്ന് കേൾക്ക്. ഇവിടുത്തെ കാര്യം ഞാൻ മാനേജ് ചെയ്തോളാം. ഗൗതം മുറിയിലേക്ക് പോയി. ഞാൻ പോയി തന്നേക്കാം, എന്താന്ന് വെച്ചാൽ അയക്കൂ. അല്ല പിന്നെ മോളെ, ഇതെല്ലാം കൂടി നീ എപ്പോ ഉണ്ടാക്കാന്? നമുക്ക് തുടങ്ങാൻ വാ. അമ്മയ്ക്ക് തലവേദന എടുക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അമ്മ പോയേ. ഈ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഒറ്റയ്ക്ക് എങ്ങനെയാ? ഞാനും കൂടി സഹായിക്കാം. അമ്മയും കൂടി ഇനി ഇവിടെ നിന്നാലും അരി വേവാനും പരിപ്പ് വേവാനും ഒക്കെ അതിന്റേതായ സമയമെടുക്കും. വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? അമ്മ പോയേ. എന്നാലും നീ ഒറ്റയ്ക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്. പോയേ. ഇനി തലവേദന കൂടിയാലേ പിന്നെ ഉറങ്ങാനും പറ്റാതാവും. ചെന്നേ വേഗം. ഈ പരിപാടി ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. വസുന്ധരാന്റിയുടെ വക അടുത്ത പണിയിറക്കും. ഒരു മറുപടി കൊടുത്തേ പറ്റൂ.